ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം. ലൂക്കാ का सुसमाचार chapter 18 verses 15 and 16. फिर लोग अपने बच्चों को भी उसके पास लाने लगे कि वे उन पर हाथ रखे, परंतु चेलों ने देखकर उन्हें डांटा. यीशु ने बच्चों को पास बुलाकर कहा, बालकों को मेरे पास आने दो और उन्हें मना न करो, क्योंकि परमेश्वर का राज्य ऐसो ही का है. 16-ാം വാക്യം, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, അവരെ തടുക്കരുത്. Do not hinder them, do not forbid them to come to me. ഞാൻ ഈ വാക്യത്തിലേക്ക് വരും അവസാനം. मैं इस वचन में आखिर में आऊँगा, लेकिन हमने पिछले हफ्ता देखा हुआ कुछ बातों को जो है अच्छे से और एक बार देख कर हम लोग आगे जाएंगे. നമ്മൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, പുറപ്പാട് പുസ്തകം 2:9, എക്സോഡസ് ചാപ്റ്റർ 2 verses 9 में ഫറവോൻ്റെ പുത്രി മോശയുടെ പെങ്ങളോട് പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ കഴിയും. फरूक का बेटी मूसा के बहन को बोला हुआ बात को हम लोग देखते हैं. वो इस तरह कहता है कि टेक द चाइल्ड एंड ब्रिंग हिम अप फॉर मी. ഈ കുഞ്ഞിനെ എടുത്ത് എനിക്ക് വേണ്ടി നീ ഇവനെ വളർത്തി, എനിക്ക് വേണ്ടി. मेरे लिए तो इस बच्चे को लेकर क्या कर, पालन पोषण कर. तो हम लोग ने एक प्रिंसिपल वहां पर देखा. അവിടെ നമ്മളൊരു പ്രിൻസിപ്പിൾ കണ്ടത് സാം 127 verses 3 and 4, 127-ാം സങ്കീർത്തനം 3:4 അനുസരിച്ച് മക്കൾ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. बच्चे जो हैं, लड़के जो हैं, परमेश्वर हमें देता हुआ दान है. इट्स अ गिफ्ट. ये गिफ्ट परमेश्वर ने क्यों दिया, ये था पिछले हफ्ते का क्वेश्चन. ഈ ദാനം ദൈവം നമുക്ക് എന്തിനാ നൽകിയതെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചോദ്യം. എന്തിനാ നൽകിയത്? അവിടെ മുമ്പോട്ട് എഴുതിയിരിക്കുന്നത് വീരന്റെ കയ്യിൽ ഉള്ള അസ്ത്രം പോലെ. वीर के हाथ में तीर. वीर के हाथ में ही तीर दे सकते हैं, दूसरा किसी के हाथ में देगा तो किधर भी चले जाएगा. വീരന്റെ കയ്യിലുള്ള അസ്ത്രം പോലെ എന്ന് പറഞ്ഞാൽ വീരന്റെ കയ്യിൽ മാത്രമേ അസ്ത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊടുക്കാൻ പറ്റത്തുള്ളൂ. വീരന്റെ കയ്യിലല്ലാതെ മറ്റാരെങ്കിലും കയ്യിലും അസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എവിടെയിലേക്ക് ചെല്ലും അല്ലേ? അപ്പോൾ വീരന്റെ കയ്യിൽ മാത്രമേ അസ്ത്രത്തെ കൊടുക്കാവൂ. वीर के हाथ में ही तीर देना है निशाना में पहुंचने के लिए. सो व्हाट इज दिस? ये सब क्या है? എന്താണ്? ഒരുമിച്ച് ക്രോഡീകരിച്ചൊന്ന് പഠിച്ചാട്ടെ. सब जरा मिलकर उसको देखेंगे. ഫറൂഖ് का बेटी मूसा के बारे में क्या कहा? ഫറവോന്റെ പുത്രി മോശയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? क्या बोला था? कि ये बेटा जो है, ये बच्चे को तुम मेरे लिए പാലൻ പോഷൺ കർ. ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി, മേരെ ലിയെ. അപ്പോൾ ദൈവം നമുക്ക് എന്തിനാണ്, ആ പ്രിൻസിപ്പിൾ നമ്മൾ എടുത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നത് എന്തിനാ? അത് ദാനമാണ്. ദാനം തന്നത് ദൈവത്തിന് വേണ്ടി അവരെ വളർത്താനാ. പ്രഭു के लिए उन्हें बढ़ाने के लिए, प्रभु के लिए उन्हें पालन पोषण करने के लिए प्रभु ने हमको दान में दिए हैं बच्चे. God has given or God has gifted children to parents, like बच्चे को हाथ में देकर कहा बढ़ाओ इसको. किसके लिए? Not for you. तेरे लिए नहीं, നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, മേരെ ലിയെ. ഈ പ്രിൻസിപ്പിൾ മറക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം ആയ കുഞ്ഞുങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം വളർത്താനല്ല എന്ന് ദൈവമക്കൾ ആദ്യമേ മനസ്സിലാക്കണം. हमें दिया हुआ प्रभु के बच्चे
दान में दिया हुआ बच्चे हमारे मर्जी में बढ़ाने के लिए नहीं है कर सबसे पहली बात हम लोग समझना है। 22 का 6 फिर क्या करना है? प्रोवर्ब्स 22:6, प्रोवर्ब्स 22:6, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ. അപ്പൊ കർത്താവ് എന്തിനാ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നത്? അഭ്യസിപ്പിക്കാൻ. എന്തു അഭ്യസിപ്പിക്കണം? അവൻ നടക്കേണ്ട പാത अभ्यसिപ്പിക്കണം। हिंदी में पढ़ता हूं, सब लोग जरा देखिए। पास्टर मेरा तो शादी नहीं हुआ, आप भी देखो, आपको बहुत अच्छा चांस है। लड़के को शिक्षा उसी मार्ग की दे जिसमें वो चलना चाहिए। शिक्षा शिक्षा ട്രെയിനിങ് കൊടുക്കണം. എപ്പോ കൊടുക്കണം ട്രെയിനിങ്? കബ് ദേന ട്രെയിനിങ്? 21 വയസ്സിലല്ല, 17 വയസ്സിലല്ല, 17 साल में 21 साल में नहीं. അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? ബാലൻ. വേർഡ് ദേക്കെ, ലഡ്കെ, ചൈൽഡ്. വെൻ ഈസ് ഇൻഫന്റ്, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ബഡ് സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ അവൻ പോകേണ്ട പാത ഇതാ നിന്റെ പാത കേട്ടോ മോനെ. ये है तू जाने का रास्ता, ये है तेरा रास्ता, वो रास्ते में ही तुझे जाना पड़ेगा. ശ്രദ്ധിക്കണേ, ध्यान देना. मूसा का मम्मी ने क्या बोला होगा मोसेस को बचपन में दूध देने के वक्त? കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ തന്നെ അമ്മ എന്തായിരിക്കണം മോശയോട് ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? മോനെ, ഈ 3 മാസം കുറച്ച് നാൾ കഴിയുമ്പോൾ നീ അങ്ങ് ചെല്ലും. തോടെ ഹഫ്തെ കെ ബാദ്, തോടെ ദിൻ കെ ബാദ്, തോടെ മഹീനെ കെ ബാദ്, സാൽ കെ ബാദ് തൂ राजा के महल में जाएगा, बट यू शुड अंडरस्टैंड दैट इज नॉट योर वे, वो नहीं है तेरा रास्ता, അതല്ല നിന്റെ വഴി. അവിടെ നീ പോകും, അവിടുത്തെ വിദ്യകളും പഠിപ്പും കുസ്തിയും ഒക്കെ നീ പഠിക്കും. പക്ഷെ മനസ്സിലാക്കണം, ദൈവം നിരത്തിയൊരു വഴിയുണ്ട്, ആ വഴിയിൽ നീ പോകണമെന്ന് ചെറുക്കനെ പാല് കൊടുക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു അമ്മ. मम्मी ने बच्चे को दूध देने के वक्त ही बच्चे को सिखाया. हाउ डू यू नो पास्टर? आपको कैसा मालूम? എങ്ങനെ അറിയാം പാസ്റ്ററെ കുഞ്ഞിനെ പഠിപ്പിച്ചെന്ന്? ഞാൻ പറയാം. जैसे ही मोसेस पैलेस में पहुंचा, उसने क्या किया मालूम है? वो देखा कि 2 लोग लड़ाई कर रहे हैं, 2 പേര് ശണ്ട ഉണ്ടാകുന്നത് കണ്ടു. क्या किया? बचाने के लिए गया. അവൻ രക്ഷിക്കാൻ വേണ്ടി പോയി, എബ്രായനെ രക്ഷിക്കാൻ വേണ്ടി പോയി. ആര് പറഞ്ഞു കൊടുത്തു എബ്രായനെ രക്ഷിക്കണമെന്ന്? കിസ്നെ बोला कि इब्रानियों को बचाने के लिए? मम्मी का इन्फ्लुएंस. അപ്പൊ ശിക്ഷിക്കണമെങ്കിൽ, അഭ്യസിപ്പിക്കണമെങ്കിൽ, ट्रेन करना है तो पेरेंट्स बच्चों के साथ रहना बहुत जरूरी है. അഭ്യസിപ്പിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളോട് കൂടെ അമ്മയും അപ്പനും നിർബന്ധമുണ്ടായിരിക്കണം. ഗ്രാൻഡ് പേരൻസ് അല്ല അവരെ ട്രെയിൻ ചെയ്യേണ്ടത്, ഗ്രാൻഡ് പേരൻസ് ने उन्हें ट्रेन करना चाहिए, पेरेंट्स ट्रेन करना चाहिए. मेरा घर में जब भी मेरा मम्मी पापा था, जॉनथन को कम मार मिलता था, അവന് അടി കുറച്ചായിരുന്നു കിട്ടുന്നത്. रीजन क्या मालूम है? मेरा माँ अलाउ नहीं करता, എൻ്റെ അമ്മ अलाउ ചെയ്യത്തി. लेकिन मम्मी के टाइम पर मुझे और ग्लोरी को बहुत मारा है. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പൂരെ അടി കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ ജബി ബച്ചായ കൊച്ചുമ വന്നപ്പം, അപ്പം അമ്മ അപ്പനല്ലാതെ അമ്മച്ചി അപ്പച്ചൻ ട്രെയിൻ ചെയ്ത ചെറുക്കനും പെണ്ണും വഷളാകും. ലड़का लड़की खराब हो जाएगा अगर ग्रैंड पेरेंट्स ट्रेन करेंगे तो. क्योंकि ग्रैंड पेरेंट्स को
ऐसा है कि नहीं चुना है, वो बच्चा है ना, ये बच्चा थोड़ा बड़ा होकर 17 साल में बोलता हुआ बात जब भी सुनेगा तो लोगों को गुस्सा आएगा. ഈ 17 വയസ്സായിട്ട് ഈ ചെറുക്കനും പെങ്കച്ചും പറയുന്ന കാര്യം കേട്ടാൽ ആൾക്കാർക്ക് ദേഷ്യം വരും. എന്താ കാര്യം എന്ന് അറിയുമോ? കുഞ്ഞിലെ നമ്മൾ അവനെ വളർത്തി, അയ്യോ കുഞ്ഞല്ലേ, ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല, ट्रेन नहीं किया. तो इसलिए पेरेंट्स, ग्रैंड पेरेंट्स साथ में रहना, इससे अच्छा प्रिविलेज दूसरा कुछ बात नहीं है. അമ്മയും അപ്പനും കൂടെ ഇരിക്കുക, അമ്മച്ചി അപ്പച്ചനൊക്കെ കൂടെ ഉള്ളത് നല്ല അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് കേട്ടോ. देयर प्रेजेंस इज वेरी गुड. लेकिन अम्मच्ची और अप्पच्चन के हाथ में नहीं परमेश्वर ने आपका बच्चे को दिया, बच्चा आपके हाथ में दिया है. കുഞ്ഞുങ്ങളെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ കയ്യിലല്ല ദൈവം കൊടുത്തത്. ദൈവം കൊടുത്തത് ആരുടെ കയ്യിലാണ്? പേരൻസിൻ്റെ കയ്യിലാണ്. അപ്പം പേരൻസ് വേണം ട്രെയിനിങ്ങിൽ. അമ്മയുടെ ട്രെയിനിങ് ഉണ്ട്, മാക്ക ട്രെയിനിങ്. एक पिक्चर है फेमस, വലിയൊരു ഫേമസ് പിക്ചർ ഉണ്ട്. ചിൽഡ്രൻ ഗോ ആൻഡ് സെർച്ച് ഇൻ ഗൂഗിൾ. ഇറ്റ്സ് എ വെരി ഫേമസ് പിക്ചർ. ഐ വിൽ നോട്ട് ടെൽ ദ നെയിം ബിക്കോസ് ഐ ഡോണ്ട് നോ. forgot, but go and search. I'll give you an example. वो पिक्चर में, आ पिक्चर there is one man holding another man. ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡ് വലിയ ഖനമുള്ള ബഡാ ഹാത്ത്, ദൂസറ ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് വെരി സ്ലെൻഡർ, ഡെലിക്കേറ്റ്, ചെറിയ ഡെലിക്കേറ്റ് ആയിരിക്കുന്ന സ്ലെൻഡർ കരം, രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കരം. ഭയങ്കര ഫേമസ് പിക്ചർ, ബോത്ത് ഫേമസ് പിക്ചർ. വാട്ട് ഡസ് ദാറ്റ് ടീച്ചസ് അസ്? എന്താ അത് പഠിപ്പിക്കുന്നത്? നമ്മുടെ കൈ കണ്ടിട്ടില്ലേ? ഭായിയോ കാത്ത് ജറ ദേക്കി, ഭായിയോ കാത്ത് ജറ ദേക്കി, കിത്തന സ്ട്രോങ് है. എന്താ സ്ട്രോങ് ആണ് സൗരന്മാരുടെ കൈ. लेकिन बहनों का हाथ देखिए, इट इज स्लेंडर. എന്താ ആ പിക്ചർ പഠിക്കും? वो पिक्चर क्या बताता है? ഒരു വ്യക്തിക്ക് അമ്മയുടെയും അപ്പൻ്റെയും കരം വേണം. एक बच्चे को बाप का और माँ का दोनों का हाथ चाहिए. जस्ट नोटिस ड्रग एडिक्ट, പ്രോബ്ലം करने वाले, लड़ाई करने वाले, വഴക്കുണ്ടാക്കുന്നതും ഡ്രഗ് അഡിക്റ്റും വല്ലാത്ത ഒക്കെ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ, ഉनका बैकग्राउंड अगर चेक करेंगे तो we can see father and mother is missing. അപ്പനും അമ്മയുടെ കരം മിസ്സിങ്. അവിടെ അമ്മയുടെ കരം മാത്രം ഉണ്ടായിട്ട് കാര്യമായില്ല. മാ കാ ഹാത്ത് കാലി ഹേ കെ ഫൈദ नहीं है. മാ കാ ഹാത്ത് കെ സ്ലെൻഡർ, ചെറിയ കയ്യ. എന്നാൽ അപ്പൻ്റെ കരം കൂടെ വേണം. ബാപ് കാ ഹാത്ത് ഭി ചാഹിയേ, സ്ട്രോങ്. കറക്ഷൻ വേണം. അമ്മ അപ്പനും എങ്ങനെ ആയിരിക്കണമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്. തെസ്സലോനിക്കി കത്ത് में माँ बाप कैसा होना करके लिखा है. जरा देखिए, फर्स्ट തെസ്സലോനിയൻസ് ചാപ്റ്റർ 2. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം 7वां वचन जरा देखिए. मलयालम में और हिंदी में पढ़िए. മലയാളത്തിൽ ഹിന്ദിയിലും വായിച്ചാട്ടെ. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നു. അടുത്തത് വായിച്ചോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അപ്പോൾ അമ്മയുടെ ജോലി എന്തുവാ? പോറ്റുകയും ആർദ്രതയോടെ നഴ്സ് ചെയ്യുക. पढ़िए, हिंदी में पढ़िए. और उसी में जड़ पकड़ते. नहीं, 2 का 7. जिस तरह माँ अपने बच्चों को पालती है उसी तरह देखिए, माँ का ड्यूटी क्या है? पालना. कैसा? नरमी के साथ, विथ टेंडरनेस. എന്നാൽ അപ്പൻ എങ്ങനെ? ബാപ്പ് കേസാ? വേഴ്സസ് 11, 11-ാമത്തെ വാക്യം.
जैसा पिता अपने बालकों के साथ व्यवहार करता है वैसे ही हम भी तुम में से उपदेश करते। तो बाप का काम क्या है? ടു ഇൻസ്ട്രക്ട്. അപ്പന്റെ ജോലിയാ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. ബാപ് കാ കാം ഹൈ ലീഡ് കർന, ഇൻസ്ട്രക്ട് കർന. आगे एनकरेज भी करता है और क्या करता है? समझाता भी है. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. അപ്പൻ മക്കളെ എന്നതുപോലെ പ്രബോധിപ്പിച്ചു. അപ്പന്റെ ജോലി എന്തുവാ? പ്രബോധിപ്പിക്കണം. 21 വയസ്സാകുമ്പോഴല്ല, എപ്പോഴാ? 21 साल में नहीं, एनकरेज करना, इंस्ट्रक्शन देना उधर जब ही बचपन से था, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും. മടുപ്പിക്കരുത്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടാ, തുझे कोई उत्साह, उसको मलयालम हिंदी में क्या लिखा है? शांति देना. शांति का मतलब एनकरेज करना, डिस्करेज नहीं करना. डिस्करेज ആക്കരുത്, എൻകറേജ് കർണ. എൻകറേജ് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതല്ല. മമ്മി എനിക്ക് കാർട്ടൂൺ കാണണം, എന്നാ മോനെ കണ്ടോ കാർട്ടൂൺ. മമ്മി എനിക്ക് അത് വേണം. നമ്മൾ ഈ കുഞ്ഞാകുമ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പം നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, കുഞ്ഞല്ലേ. എന്നാൽ ഇവൻ വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. കാരണം കുഞ്ഞിനെ തൊട്ട് ട്രെയിൻ ചെയ്തിപ്പിച്ചെന്ന് പറയാ, മോനെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കരഞ്ഞാൽ മതി. हमने बचपन से बच्चे को क्या ट्रेन किया मालूम है? बेटा तुझे कुछ भी चाहिए रोना है, रोएगा तो तुझे. मैंने मेरा दोनों बच्चे को बोला है, जिस दिन तुम रोगे कुछ भी नहीं मिलने वाला है. You cannot manipulate parents. पेरेंट्स को मैनिपुलेट करके रो के, कुछ बच्चे जमीन पर फटक फटक के पैर ऐसे करके कान अंगोटी आके बिस्किट വലിച്ചെറിഞ്ഞ് പുസ്തകം എടുത്തെറിഞ്ഞ് बुक फेंका, बिस्किट फेंका. तो मम्मी बोलता क्या चाहिए? ए ले. तो उसने एक आइडिया सीखा, मम्मी से चीजें मिलना है तो मुझे क्या करना पड़ेगा? बिस्किट फेंकना पड़ेगा. അപ്പൊ മമ്മിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെറിയണം? ബിസ്ക്കറ്റ് വാരി എറിയണം. അപ്പോൾ മമ്മി എനിക്ക് തരും. ഇങ്ങനെ പഠിച്ച് 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 വരുന്ന വലുതാകുമ്പോൾ ഇവ വലിയ സംഭവമായി തീരും. നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം അവൻ കരയത്തൊന്നുമില്ല കേട്ടോ. പണ്ട് ബിസ്ക്കറ്റ് വാരി എറിഞ്ഞതുപോലെ കാലിട്ടടിച്ചതുപോലെ ഒന്നും അല്ല അവൻ ചെയ്യാൻ പോകുന്നത്. फिर वो पैर मार के बिस्किट फेंकने का काम नहीं करेगा. जब भी 10 साल 13 साल 15 साल टीन में आएंगे, टीन एज इज वेरी डिफिकल्ट. मेरा लड़का 13 साल का हो गया, टीन एज हो गया. मुझे अंदर ये आके मैंने बैंगलोर में कॉल किया ट्रेनिंग के लिए. मुझे ट्रेनिंग के लिए मैं बोला, उधर कॉल करके काउंसलिंग में कॉल किया. मैं बोला माई चाइल्ड इज गेटिंग 13 year old. मेरा बेटा 13 साल का जाने जा रहा है, टीन होने जा रहा है. उसको ट्रेनिंग की ज़रूरत है. അവന് ട്രെയിനിങ് വേണം. ടീനേജിൽ എങ്ങനെ ചിന്തിക്കണം, ട്രെയിനേജിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ അവനൊരു ട്രെയിനിങ് വേണം. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ऐसे ट्रेनिंग देने वाला एक इंस्टीट्यूट है, क्रिश्चियन इंस्टीट्यूट. सैमसन गांधी करके बंदा चलाता है, वेरी गुड इंस्टीट्यूट. तो बंदा जोर जोर से हंस के मुझे क्या बोला मालूम है? इट इज नॉट योर सन हु नीड काउंसलिंग, यू नीड ए काउंसलिंग. എനിക്കങ്ങ് നാണക്കേടായി. എന്നോട് പറഞ്ഞ് മോനല്ല വേണ്ട, അപ്പനാ വേണ്ടതെന്ന്. അല്ലേ? നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും കുഞ്ഞിനെ പഠിപ്പിക്കും, അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുൻപേ സഹോദര നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യമേ. उसको समझाने से पहले आपको पहले समझाना चाहिए. बहन आपको पहले समझाना चाहिए, बच्चे को नहीं. आपको और मुझे समझाना. वी नीड ए काउंसलिंग. प्राइज गॉड. पिछला बार का पेरेंटिंग काउंसलिंग के बाद एक सिस्टर मुझे व्हाट्सएप करके बोला, अपना चर्च का एक सिस्टर मुझे व्हाट्सएप करके बोला, मुझे आज पता चला मुझे चाहिए करके काउंसलिंग. बच्चे को नहीं. നമുക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. എന്താ? നമ്മൾ കുഞ്ഞിനെ പഠിപ്പിച്ച ശീലമാണ്. हमने बचपन में सिखाया हुआ बात है. क्या सिखाया हमने बच्चे को?
कि तुझे अगर कुछ चाहिए, यू नीड टू शो टैंड्रम, टैंड्रम दिखा तो मैं तुझे दे दूंगी। प्रेज गॉड। ट्रेनिंग, ट्रेनिंग, ट्रेनिंग। स्पेशली लड़कियों को माँ लोग ही अच्छे से देखना चाहिए। बाप लोग बोलने का जरूरत है। बाप लोग इतना मस्का पॉलिश, मस्का पॉलिश, मस्का पॉलिश, मस्का पॉलिश, मस्का पॉलिश। माँ उधर मस्का पॉलिश नहीं करेगा, माँ उसको बोले तेरा ड्रामा बंद कर, एक मार भी देगा। इसके लिए माँ और बेटी का हमेशा जमता नहीं है। देखा, അമ്മയും മോളും ഒരുമിച്ച് ചിലപ്പോൾ അതുകൊണ്ട് അമ്മ വേണം മോളെ വളർത്താൻ. അപ്പൻ എന്താ പറയുക, ഇങ്ങനെ മസ്ക പോളിഷും എടുത്ത് നിർത്തും. അമ്മയാകുമ്പോൾ കറക്റ്റ് പറയും. ലടുക്കേക്കോ ഉൾട്ട മാ, ചെറുക്കനെ അമ്മ കറക്റ്റ് നിർത്തും. ये लड़कों का सारा झूठ बाप नहीं पकड़ेगा, बाप अंधा है, यू नो, फादर इज ब्लाइंड, दे कैन नॉट सी व्हाट इज हैपनिंग. माँ देख के बोलेगा झूठ बोल रहे तू. അമ്മ നോക്കി പറഞ്ഞ് കള്ളം പറയാതെ. എൻ്റെ പപ്പയുടെ അടുത്ത് ഞാൻ എന്തൊക്കെ കള്ളത്തിനും കാണിച്ചു, പുള്ളിക്കൊന്നും മനസ്സിലായിട്ടില്ല. मैंने अपने पिताजी के सामने कितना झूठ किया, कुछ भी नहीं समझ में आया. माँ मुझे देख के बोलता है झूठ बोल रहे. लड़कों का बातें माँ को जल्दी समझ में आता है. അപ്പോൾ ഇവിടെ അപകടങ്ങളുണ്ട്, അതുകൂടെ ഞാൻ പറയാം. इसमें प्रॉब्लम भी है. पास्टर ने बोला इसके लिए, अभी लड़का तू देख, ചെറുക്കനെ നീ നോക്ക്, ലड़की तू देख. അങ്ങനല്ല. യു കം ടുഗദർ ആസ് എ ഫാമിലി. ദൈവം നമുക്ക് തന്ന ദാനമാണ്. परमेश्वर ने हमको दिया हुआ दान है. इसके लिए അതുകൊണ്ട് we will do it together. അതുകൊണ്ട് നാം ഒരുമിച്ച് ചെയ്യും. അങ്ങനെ വേണം പറയാൻ. അപ്പോൾ അമ്മയുടെയും അപ്പൻ്റെയും ട്രെയിനിങ് എന്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. മാ और बाप का ट्रेनिंग कितना जरूरी है, कितना इंपॉर्टेंट है. करेक्ट करने के जगह पर we have to do the correction. Please parents, കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യണം. അടി കൊടുക്കേണ്ടടുത്ത് അടിയും കൊടുക്കണം. ബൈബിളിൽ പറഞ്ഞിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യണത്, കത്തിയും പിന്നെ ബെൽറ്റും ഒന്നുമല്ല കേട്ടോ. बच्चे को करेक्ट करने के जगह पर करेक्ट करना है. इवन मारने के जगह पर भी मारना भी है कर प्रभु का वचन कहता है. और किस तरह मारने का उसका इंस्ट्रूमेंट भी बताया. बेल्ट नहीं, चाकू नहीं. फिर क्या हमारा बॉम्बे में होता है वो जो रोटी, क्या बोलते हैं उसको, बेलन. आहा, उससे मिला है मार. 7 दिन तक निशानी पैर में रहेगा. 7 ദിവസം കാലിൽ ആ പാട് കാണും, ബേലൻ. അതുകൊണ്ടൊന്നുമല്ല, നല്ല ചൂരൽ വടിയുണ്ട്, अच्छा लकड़ी है. मारने से पहले या मारने के बाद क्यों मारा कर उनको बाजू में बाद में बुला के समझाना. എന്തുകൊണ്ട് അടിച്ചെന്ന് ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. അപ്പോൾ ബാലൻ പോകേണ്ട ഒരു പാതയുണ്ട്. ആ പാതയിൽ അവനെ നടത്തണമെങ്കിൽ ചുമ്മാ അങ്ങനെ പോകത്തില്ല. मैं पिछले दिन में स्नेक का एक साइंस में पढ़ रहा था. स्नेक इन द साइंस ने बढ़ गया. स्नेक का बच्चा जैसा पैदा होता है, क्या उसका मम्मी उसको केयर करते रहता है? क्या अम्मा इങ്ങനെ केयर ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇല്ല. कोई स्नेक का बच्चा बोला है कि मैं बहुत दिन हो गया मामी के घर में जाके जरा मामी के घर जाके आता हूँ, പറയത്തില്ല. കുറേ ദിവസമായി ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയിട്ടാണ്, ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പാമ്പ് കുഞ്ഞും പറയത്തില്ല. ജനിക്കുന്ന സമയം തന്നെ അതിനറിയാം എങ്ങനെ ജീവിക്കണം, അതിൻ്റെ പാത അതിനറിയാം. जैसे ही पैदा होता है उसको पता है कौन सा रास्ता है. एंड छोटा बच्चा भी होगा तो 65 किलोमीटर ट्रैवल करके उसका अपना घर को पहचान सकता है. അതിൻ്റെ വീടിനെ ആ പാമ്പും കുഞ്ഞ് 65 കിലോമീറ്റർ താണ്ടി ആ സ്ഥലം അതിൻ്റെ വീടാണെന്ന് അതിന് ഗ്രഹിക്കാനുള്ള ബുദ്ധിയുണ്ട്. ഉത്തന ജ്ഞാൻ ഹേ. ബച്ചലോ കൈസാ ഹേ ക്യാ? കുഞ്ഞുങ്ങളെങ്ങനാണോ? അങ്ങനല്ല. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെങ്കിലും അവനെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച സൂത്രപ്പണി എന്താണെന്നറിയാമോ? हमने देखा हुआ सबसे बड़ा काम क्या मालूम है?
संडे स्कूल का टीचर, संडे स्कूल का टीचर, സ്കൂൾ का ടീച്ചർ, സ്കൂളിന്റെ ടീച്ചർ, സൺഡേ സ്കൂളിന്റെ ടീച്ചർ, ഇവർക്ക് ഈ പണി കൊടുത്തിരിക്കുക, ലീസിന് കൊടുത്തിരിക്കുക, ലീസ് में दिए. പിന്നെ ആരാ? അമ്മച്ചി, नानी को दी है, दादी को दी है. नो, पेरेंट्स का ड्यूटी है टू ट्रेन अप देयर चाइल्ड. കുഞ്ഞിനെ അഭ്യസിപ്പിക്കേണ്ടത് അമ്മയും അപ്പൻ്റെയും കടപ്പാടാണ്. I'll tell you one thing. एक व्यक्ति मेरे पास काउंसलिंग के लिए, ഒരു വ്യക്തി എൻ്റെ അടുത്ത് काउंसलिंग വേണ്ടി വന്നു. उसने मुझसे बात किया, बात करने के बाद क्या प्रॉब्लम है, रूट प्रॉब्लम क्या करके थोड़ा मुझे समझ में, എന്താണ് റൂട്ട് പ്രോബ്ലം എനിക്കിത് മനസ്സിലായി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും ജോലി സംബന്ധിച്ച് ആ കൊച്ചിനെ വിട്ട് വെളിദേശത്തിൽ പോയി, എന്നിട്ട് അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയി. जब ये बच्चा ही था, माँ बाप ने उस बच्चे को किसी उसके नानी के पास, दादी के पास बेचकर चले गए काम के लिए. बहुत साल के बाद वो लोग काम करके आए. ഒത്തിരി വർഷത്തിന് ശേഷം ജോലിയൊക്കെ ചെയ്ത് മടങ്ങി വന്നു. ये रियल इंसिडेंट है. ये बच्ची ये नानी के साथ बड़ा होकर नानी के साथ बहुत कनेक्टेड हो गया. അമ്മച്ചുമായിട്ട് പിരിയാത്ത ബന്ധം. मम्मी पापा आया तो शी कैनॉट सिंक विद देम, उनके साथ नहीं जा पा रहे, उनके साथ लेट नहीं पा रही, उनके साथ बाहर नहीं जा पा रहे. അവർ വരുമ്പോൾ അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ആദരതയോട് സംസാരിക്കാൻ കഴിയുന്നില്ല, വെളിയിൽ അവരുടെ കൂടെ പോകാൻ പറ്റില്ല. അവൾക്ക് അമ്മച്ചി മതി, उसको അമ്മച്ചി കാലി കാഫി. शी जस्ट नीड हर अम्मची. एक दिन अम्मची गुजर गई, अम्मची मरिച്ചു പോയി. इसने बोला अब मुझे दुनिया में कोई नहीं है, ഇനി എനിക്ക് ലോകത്തിൽ ആരുമില്ല. अरे പേരൻസ് है, അപ്പനും അമ്മയും ഉണ്ട്. बट शी कैनॉट रिलेट, അവൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. क्योंकि सारा റിലേഷൻ അമ്മച്ചി के साथ, എല്ലാ റിലേഷനും അമ്മച്ചിയുടെ കൂടെ ആയതുകൊണ്ട് അപ്പനും അമ്മയും പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ? അപ്പനും അമ്മയും അവരുടെ പ്രധാനപ്പെട്ട വയസ്സിൽ കൂടില്ലായിരുന്നു. उनके मेन हिस्से में माँ बाप उनके साथ नहीं था. इसके लिए शी कैनॉट रिलेट. स्पेशली 2 years से लेके 19 years तक, टीन एज तक पेरेंट्स बच्चों के साथ अर्दम रहना है. നിർബന്ധമായി 2 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പേരൻസ് അമ്മയും അപ്പനും കൂടെ ഉണ്ടാകണം കുഞ്ഞിൻ്റെ. അല്ലെങ്കിൽ ഒത്തിരി ഡിഫിക്കൽട്ടീസ് നമുക്ക് പിന്നെ വരും. बाद में फिर बहुत सारे डिफिकल्टीज हमें आएंगे. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, നമ്മൾ ഉപദേശിച്ചാൽ കേൾക്കത്തില്ല. നമ്മൾ जो बोले हुए बात नहीं समझेंगे, नहीं सुनेगा, क्योंकि उसने सुना ही नहीं. അവൻ കേട്ടിട്ടേ ഇല്ല, അവൾ കേട്ടിട്ടേ ഇല്ല. बचपन से जो ट्रेन करना बातें he could not hear, he could not see. അപ്പോൾ ബാലൻ പോകേണ്ട വഴിയുണ്ട്. बच्चे चलने का एक मार्ग है, उसी मार्ग में उसे लेके जाना है. ദൈവം വെച്ചിരിക്കുന്ന ആ മാർഗത്തിലേക്ക് ട്രെയിൻ ചെയ്ത് കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശയുടെ അമ്മ കുഞ്ഞിലെ പഠിപ്പിച്ച കാര്യം പ്രായമായിട്ട് മോശ മറന്നില്ല. माँ ने जो बचपन में मूसा को सिखाई वो बातें बूढ़ा हो गया तो भी वो नहीं भूला. നോക്കിക്കേ, എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 24 till 26, 24 തൊട്ട് 26 വരെയുള്ള വാക്യം. विश्वास ही से मूसा ने सयाना होकर फिरौन की बेटी का पुत्र कहलाने से इनकार किया, इसलिए कि उसे पाप में थोड़े दिन के सुख भोगने से परमेश्वर के लोगों के परमेश्वर के लोगों के साथ दुख भोगना अधिक उत्तम लगा. उसने मसीह के कारण निंदित होने का मिस्र के भंडार से बड़ा धन समझा, क्योंकि उसकी आंखें फल पाने की ओर लगी थी. देखा लड़का का वैल्यू सिस्टम, देखा कैसा बदल गया.
ആ ചെറുക്കൻ്റെ വാല്യൂ സിസ്റ്റം നോക്കിക്കേ. മുതിർന്നിട്ടും വായിച്ചേ, മലയാളത്തിൽ വായിച്ചാട്ടെ, 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. ആ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളിലും ദൈവജനത്തോടുകൂടെ. അപ്പൊ പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ട എന്ന് വെച്ചു കേട്ടോ. മുതിർന്നിട്ടും അമ്മ പഠിപ്പിച്ച കാര്യം മറന്നില്ല. അടുത്തത്, ആ ആ ആ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ നിരസിച്ചു. എന്ന് പറഞ്ഞാൽ പൊസിഷൻ നിരസിച്ചു, സ്റ്റേറ്റസ്, ഹൈ സ്റ്റേറ്റസ് വേണ്ട, നിരസിച്ചു. അടുത്തത്, മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലുതെന്ന് ധനമെന്ന് എണ്ണി. കണ്ടോ എന്താ കാര്യം എന്നറിയോ? അമ്മ ബാലനായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചത് മുതിർന്നിട്ടും അവൻ മറന്നില്ല. ആ വഴിയെ പിന്തുടരുക. माँ ने बचपन में सिखाए हुआ बातें लड़का बड़ा होने के बाद भी भूला नहीं. 3 बातें वहां पर लिखा. He refused to call the son of Pharaoh. He refused to enjoy the pleasure of sin. He refused the riches of Egypt. मिस्र का धन दौलत को उसने रिफ्यूज किया. अरे बेटा, how did that happen? എങ്ങനാണ് സംഭവിച്ചത്? മമ്മി കുഞ്ഞിനെ പഠിപ്പിച്ചായിരുന്നു. മാനെ ബച്പൻ में सिखाया था. Praise God. We have to train our children, brothers and sisters, prayerfully, fearfully. പ്രാർത്ഥനയോടെയും ഭയത്തോടെയും നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഇത് അങ്ങ് തന്ന ദാനമാണ്. കർത്താവ് ഒരു ദിവസം നമ്മളോട് ചോദിക്കും, പ്രഭു ഹംസെ പൂച്ചേക, മേനെ തുജെ ദിയാത്ത ദോ ബച്ചേ വേർ ആർ ദേ. 2 കുഞ്ഞുങ്ങളെ ഞാൻ നിനക്ക് തന്നു, എവിടാണവർ? കർത്താവിനോട് നാം ഉത്തരം കൊടുക്കേണ്ടതാണ്. പ്രഭുക്ക് നമുക്ക് ഉത്തർ ദേനാ ഹേ, ക്യോंकि प्रभु ने दिया वो दान है. ഇനി നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. നമ്മൾ പടാവ് വചൻ में आएंगे. ലൂക്ക് 18 വേഴ്സസ് 15 and 16. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം നമുക്ക് വായിക്കാം. हाँ पढ़ी. फिर लोग अपने बच्चों को भी उसके पास लाने लगे कि वे उन पर हाथ रखे, परंतु चेलों ने देखकर उन्हें डांटा. यीशु ने बच्चों को पास बुलाकर कहा, बालकों को मेरे पास आने दो और उन्हें मना न करो. बालकों को मेरे पास आने दो और उन्हें मना ना करो, क्योंकि परमेश्वर का राज्य ऐसो ही का है. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ എന്ത് ചെയ്യരുത്? തടുക്കരുത്. मैं अभी बंद करूंगा. सब लोग इधर ध्यान से सुनिए. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നമ്മൾ കുഞ്ഞുങ്ങളെ തടുക്കാറുണ്ടോ? क्या मैं और आप लोग बच्चों को रोकते हैं? डू वी इंडर? बाहर से देखेंगे तो नो, ഇല്ല. രാവിലെ ചർച്ചിൽ കൊണ്ടുവരുന്നുണ്ട്, അപ്രിഷിയേറ്റ്. सुबह 8 बजे इधर आने के लिए 6 बजे उठना पड़ेगा. അവരെ കുളിപ്പിച്ച് ഒരുക്കി കൊണ്ടുവരുന്നു, അപ്രിഷിയേറ്റ്. ചർച്ചിൽ കൊണ്ടുവരുന്നു, ചർച്ച് में लेके आते. संडे स्कूल विടുന്നുണ്ട്, संडे स्कूल में भेजता है. वी डोंट इंटर देम. टैलेंट टेस्ट के लिए भेजता है, VBS के लिए, बच्चों का प्रोग्राम के लिए. मतलब സ്പിരിച്വലി ബാത് കറോ, ആത്മീകമായിരിക്കുന്നത്. ഇതെല്ലാത്തിലും നമ്മൾ ഹിൻഡർ ചെയ്യുന്നില്ല, തടുക്കുന്നില്ല, അവരെ വിടുക. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും യെസ് अब हम लोग कर रहे हैं तो भी as a parent what I am doing, ഒരു അമ്മയും അപ്പനും എന്ന രീതിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം സൺഡേ സ്കൂളുകാരാ ചെയ്യുന്നത്, ഇതെല്ലാം ചർച്ചാ ചെയ്യുന്നത്, ഇതെല്ലാം പാസ്റ്ററാ ചെയ്യുന്നത്. യെസ് अब पास्टर कर रहे हैं, संडे स्कूल कर रहे हैं, वो कर रहे हैं, ये मिनिस्ट्री कर रहे हैं. as a parent मैं क्या कर रहा हूं? ഒരു പേരന്റ് എന്ന രീതിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ തടസ്സമായി നിൽക്കുന്നത്? मैं अपने बच्चों के लिए किस तरह इंडर हो रहा? नंबर 1, ഒന്നാമത്തത് കാര്യം, നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഗോസ്പൽ ഇൻ ദി ഹൗസ്. സുവിശേഷത്തെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ സംസാരിക്കപ്പെടുന്നില്ല. അത് നമ്മൾ ആർക്കോ ഏൽപ്പിച്ചു. ആരത്? സൺഡേ സ്കൂളിന്.
गॉस्पल बोलने का काम किसका है? चर्च का है। बेटा चर्च में जाके तू गॉस्पल सुन, घर पे तो हम लोग जीसस के पास जाने के लिए ऐसे पेरेंट इंडर कैसा कर रहा है? ये मैं अपना പേഴ്സണൽ ലൈഫ് में से मैंने लिखा है. ഇതെന്റെ പേഴ്സണൽ ലൈഫും കൊണ്ട് എഴുതിയതാണ്. എങ്ങനെയാണ് നമ്മൾ ഇന്റർ ചെയ്യുന്നത്? പള്ളി വിടുന്നുണ്ട്, ചർച്ചിൽ വിടുന്നുണ്ട്, മ്യൂസിക്കിന് വിടുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു ആക്ടിവിറ്റീസിലുണ്ട്, സാरे ആക്ടിവിറ്റീസ് में. बट आर वी इंटरिंग इन आवर होम by not communicating the gospel? സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ हम लोग चर्च में प्रार्थना करते हैं, प्रभु जी हमारे चर्च में नए लोगों को लेके. सबसे पहले हम लोग अपने घर के लिए प्रार्थना करेंगे. मेरे घर में 2 बच्चे हैं, वो लोग उद्धार पाने दो. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ആദ്യം രക്ഷിക്കപ്പെടണം. അതിന് വീട്ടിൽ പ്രൈമറിലി അമ്മയും അപ്പൻ്റെ ഡ്യൂട്ടിയാണ് യേശു ക്രിസ്തുവിലേക്ക് ആ കുഞ്ഞുങ്ങളെ നയിക്കണം. बच्चों को जीसस के पास लीड करना है, फादर एंड मदर. हाउ प्रैक्टिकली हाउ वी कैन कम्युनिकेट? एकदम बेस्ट प्लेस है डाइनिंग टेबल. सबके घर पे डाइनिंग टेबल है ना? नहीं है तो भी मुश्किल नहीं है, सोफा के बीच में एक टेबल रखो, डाइनिंग टेबल हो जाएगा. डाइनिंग टेबल में पेरेंट्स और बच्चे आकर दे हैव टू कम्युनिकेट, दे हैव टू टॉक गॉस्पल. खाना खाने के वक्त गॉस्पल. हस्बैंड एंड वाइफ के रिलेशन में गॉस्पल प्रोजेक्ट करना. कैसा? എങ്ങനെയാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ ഗോസ്പലിനെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ചിൽഡ്രൻ हमारा बातचीत से ज्यादा हमारा जीवन को देखता है. കുഞ്ഞുങ്ങൾ നമ്മുടെ സംസാരത്തെക്കാൾ കൂടുതൽ നമ്മുടെ ശൈലിയാണ് നോക്കുന്നത്. ഇസ് മൈ ഫാദർ ലവിങ് മൈ മദർ? എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ആദരിക്കുന്നുണ്ടോ? ഡസ് മൈ മദർ ഹോണർ മൈ ഫാദർ? പപ്പ സ്നേഹിക്കുന്നുണ്ടോ മമ്മിയെ? അതോ ചുമ്മാ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞു നടക്കുന്നു? ഐസി ഐ ലവ് യു ബോൽക്കെ ഗുമേ. ഡസ് അവർ ചിൽഡ്രൻ സീ ദാറ്റ് ഇൻ അവർ ആക്ഷൻ? അത് ആക്ഷനിൽ കാണുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. തമ്മിൽ ക്ഷമിക്കുന്നുണ്ടോ? आपस में माफ कर रहे हैं क्या? we are projecting. मेरा फैमिली में अगर मेरा और रूबी के बीच में अगर छोटा आर्ग्यूमेंट हो गया, बच्चों के सामने तो नहीं करते, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ചെയ്യാറില്ല. लेकिन अगर बाई चांस बच्चे भी हो गए, हमको वो सिचुएशन हमको मैनेज नहीं कर पाया, आ सिचुएशन मैनेज ചെയ്യാൻ പറ്റില്ല, बच्चे सुना ओ തമ്മിലൊരു ആർഗ്യുമെന്റ്. You know what we do? We come home, we ask forgiveness in front of our children. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കും. To show them we had argument but we are forgiven each other. ഞങ്ങൾ ക്ഷമിച്ചു എന്ന് കാണിക്കണം. माफ किया कर दिखाना है. नहीं दिखाएगा तो गॉस्पल कैसा कम्युनिकेट करेंगे? സുവിശേഷം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അത് പറഞ്ഞേ. अम्मे अपने क्षमिकादे, माँ और बाप ने माफ नहीं किया, शाम को बेटे को बुला के बोल रहे मैं तुझसे गॉस्पल सुनाता हूं, परमेश्वर ने हमारे पापों को क्षमा किया. लड़का क्या सोचता? मतलब में आपने मम्मी को क्षमा किया? गया ना गॉस्पल? सुविशेषम बोले മമ്മിയെ ക്ഷമിക്കാത്ത അപ്പനെ എന്തുവാ ദൈവം ക്ഷമിച്ചെന്ന് പറയുന്നത്? ചുമ്മാ ഇരിക്കെ. ഇത് फ्रॉड है, ये झूठ है, ये ऐसा परमेश्वर कुछ माफ नहीं करता है. परमेश्वर अगर माफ करता तो आप भी माफ करता था. ദൈവം ക്ഷമിച്ചായിരുന്നെങ്കിൽ അങ്ങ് ക്ഷമിച്ചേനെ. ഇത് കുഞ്ഞ് കാണണം. गॉस्पल ना बाइबल से नहीं देखता है, हमारे जीवन से देखता है. दे सी गॉस्पल थ्रू आवर लाइफ. आर वी फॉरगिविंग? पब्लिकली मुंह देखकर फॉरगिव करना, മുഖത്ത് നോക്കി കെട്ടിപ്പിടിച്ച് ഭാര്യ ഭർത്താവും गले मिलाकर माफ करना. हालेलुया. हम लोग
सॉरी बोलने के बदले में हम लोग ने एक आइडिया ढूंढा. सॉरी പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. सॉरी बोलने के लिए थोड़ा मुश्किल है. इसलिए हम लोग क्या करते हैं मालूम है, शाम को नूडल्स बनाकर खाते हैं. നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് വെളി പോയി ഒരു സാരിയും शाम को जाकर एक सारी भी, വളരെ എളുപ്പമാണ്. बहुत ईजी है सारी देने के लिए. बहुत अच्छा है दुबई घुमाने के लिए. दुबई കൊണ്ട് കറക്കാൻ വളരെ എളുപ്പമാണ്. दुबई ने लेके गया तो भी, सारी ने लेके दिया तो भी, खाना नहीं दिया तो भी, मुंह देकर गले मिलाकर मुझे माफ कर, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ ഇച്ചിരി പാടാ. थोड़ा डिफिकल्ट है. Hallelujah. So are we communicating the gospel? ഏറ്റവും തടസ്സം ലോകമല്ല എന്ന് ഞാൻ പറയാം. दुनिया नहीं है सबसे बड़ा रुकावट मेरे और आपके बच्चों के लिए. ലോകമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെ. हम लोग खुद है. हम लोग बाहर का डेंजर के बारे में दुआ करते. വെളിയിലത്തെ ഡേഞ്ചറിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. യോ കർത്താവേ, വെളിയിലുള്ള അപകടം, വെളിയിലുള്ള ഇത് കർത്താവേ കാത്തു സൂക്ഷിക്കണേ. ഒരു വിറപ്പിലൊക്കെ ഉണ്ട്. हम लोग थोड़ा वाइब्रेट करके प्रार्थना करते, प्रभु जी बाहर का जो मुसीबत है तू जानता है, ड्रग एडिक्ट, वो एडिक्ट, मेरा बच्चा उसमें नहीं जाने के लिए. कभी भी ऐसा प्रार्थना किया, प्रभु जी उससे ज़्यादा डेंजर तो हमारे घर में है, അതിനെക്കാട്ടി കൂടുതൽ ഡേഞ്ചർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഈ പാറ്റേൺസ് എല്ലാം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. ഈ പാറ്റേൺ പൂरा मम्मी पापा को देखकर बच्चा बढ़ता है, सीखता है. Praise God. Are we communicating the gospel to the, ഞാൻ ചോദിക്കട്ടെ, മാതാപിതാക്കളോട് ചോദിക്കട്ടെ, विनम्र से मैं पूछता हूँ, have you ever spoke gospel to your children yet? नहीं है तो it is a serious sin. കുഞ്ഞുങ്ങളോട് സുവിശേഷം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പനെ അമ്മേ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എങ്കിൽ വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നതല്ല. സ്കൂൾ में അഡ്മിഷൻ दिया, अच्छा कपड़ा दिया, अच्छा शू दिया, मैचिंग. अയ്യോ, ब्लू पैंट, लाइट ब्लू शर्ट, डार्क ब्लू शू, मैचिंग ഒക്കെ കൊള്ളാം. मैचिंग सब अच्छा है. Are we communicating the gospel? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? Who will say this? ദൈവം കരുണ ഉണ്ടായിട്ട് അവൻ വെളിയിൽ എവിടെങ്കിലും ചെന്ന് സുവിശേഷം കേട്ടാൽ ഒത്ത്, അല്ലെങ്കിലോ बाहर जाकर उसने सुसमाचार सुना तो प्रभु की दया, अगर नहीं तो क्या होगा? मैं आगे बताता हूं. എന്താ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും ഞാൻ താഴെ പറയാം. So are we communicating the gospel? प्रैक्टिकल है. हर महीना नया कपड़ा नहीं लेके देना. എല്ലാ മാസവും പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കരുത്. അവൻ ചോദിക്കുന്നതും അവൾ ചോദിക്കുന്നതും എല്ലാം പറഞ്ഞും കൊടുക്കരുത്. ഓ जो पूछता हुआ हर एक बातें नहीं लेके देना. टीच देम जीसस, യേശു के बारे में पढ़ना. മഹാസമ്പന്നനായിരിക്കുന്നവൻ ധരണിയിൽ ദരിദ്രനായി തീർന്ന കഥ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. जो बड़ा धनी था वो धनी परमेश्वर गरीब के नाई इस धरती पर आकर एक कपड़ा भी नहीं था बेटा, उसको ओढ़ने के लिए तेरे हाथ में जिस तरह क्लॉथ है वैसा भी नहीं था बेटा, कर बच्चे को गॉस्पेल कम्युनिकेट करना, द पुअरनेस ऑफ जीसस. प्रेज गॉड. യേശു മസീഹ് का हम्बल बर्थ के बारे में बताना. യേശുവിൻ്റെ മഹാസമ്പന്നനായിരുന്നിട്ടും ദരിദ്രമായി തീർന്ന ആ കഥ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ? കുഞ്ഞിലെ ബച്ചോക്കോ ഓ കഹാനി ബത്താനാ താ മേ. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിൽ പൈസ ഇല്ല എന്ന് പറയണ്ടായിരുന്നു. पैसा नहीं है कर हमें बताना. हमने क्या किया? हमने पैसा इല്ലെങ്കിലും, पैसा नहीं है तो भी
വളരെ വേദനയുണ്ട്. ഇവിടെ ദർദ് കെ സാത്ത് ബോൾ പൈസ ഇല്ലെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് അവൾക്കും അവനും വേദന വരില്ലെന്ന് പറഞ്ഞ് ചെയ്യുന്നത് അപകടമാണ്. वो एक डेंजर है. पैसा उधर इधर से इकट्ठा कर कर बच्चों को देना. Tell them, Daddy do not have one single dirham in my hand. Praise the Lord. Children should know that फ्रिज में ग्रोसरी नहीं है करके. ഫ്രിഡ്ജിൽ ഗ്രോസറി ഇല്ലെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. അല്ലാതെ അപ്പൻ ATM മെഷീൻ അല്ല. ചിൽഡ്രൻ को बताना चाहिए, देख see the fridge. ഫ്രിഡ്ജ് നോക്ക്. My wife does that. എൻ്റെ വൈഫ് ചെയ്യും. There is 2 carrots only. There is only dal. No fancy food today. दाल चावल का लिए. അല്ല പപ്പ, എനിക്ക് KFC മക്ഡൊണാൾഡ്സ് മാത്രം. नहीं पापा मुझे KFC मैकडॉनल्ड्स. अच्छा बेटा क्रेडिट कार्ड किधर है? नो. 2 carrots डाल. ഇല്ലായ്മ പറയണം. പൈസ നെയ്യെ കർക്കർ ബത്താനാ. പൈസ ഇല്ലാന്ന് നമ്മൾ പറയാഞ്ഞോണ്ടല്ലേ. അവനിതെങ്ങനെ അറിയാം? അവ നോക്കുമ്പോഴോ ചോദിക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നു, ചോദിക്കുമ്പോൾ മമ്മി തരുന്നു, പപ്പ തരുന്നു. അപ്പോൾ ഉണ്ടോണ്ടല്ലേ. നമ്മൾ പറയാത്തത് കൊണ്ടാണ് അപകടം പറ്റിയത്. हमने बच्चे को नहीं बताया कि हमारे पास नहीं है करके. ഇവിടെ അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ പലരും. ഇതർ കാം കർനെ വാലെ ലോകെ ആപ് ലോഗ്. ഇത് വളരെ വേദനയോടും വിമർശനമായിട്ടല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വളരെ നീറുന്ന പൊട്ടുന്ന വേദന കൊണ്ട് പറയുക. ദിൽ കെ അന്തർ ദർദ് കെ സാത്ത് മേ ബോൾ रहा हूं. इधर मेहनत करने वाले लोग आप लोग हैं. 2 to 3 4 hours ट्रैफिक में पड़ा होकर कमर गया, നടുപോയി, വർക്ക് പ്രഷർ, ധൂപ്പ് മേ കാം, ചൂടത്തെ. ഇത് കുഞ്ഞുങ്ങളോട് പറയണ്ടേ? ഇത് വെറുതെ വരുന്ന പൈസയല്ല മോനെ. ഐസായോ പൈസ नहीं है. मेरे बच्चों के लिए, एक बच्चे के लिए मुझे फीस का सपोर्ट मिलता है. एक बच्चे के लिए, ഒരു കുഞ്ഞിന് വേണ്ടി എനിക്ക് ഫീസിന് സപ്പോർട്ട്. വി ടെൽ ദം ഹൗ ഡസ് ദാറ്റ് മണി കം. അല്ലാതെ പപ്പയ്ക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല, പപ്പയ്ക്ക് ഇങ്ങനെ ധാരാളം പൈസ കിട്ടുന്നതല്ല കുഞ്ഞെ. ഇത് നിന്നോട് ദൈവം കാണിച്ച ദയാണ്. പ്രഭുനെ തുജ് പർ കിയ വ ദയ. ഇറ്റ്സ് ഗോഡ്സ് mercy to you. So don't say that, oh I am bored to study. Oh എനിക്ക് പഠിക്കാൻ മടിയാ. Don't say that. Somebody is paying for you. Pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓഫീസിലുള്ള ജോലി ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ പറയണം, काम ऑफिस में काम जो कर रहे बच्चे लोग बोलना चाहिए, पप्पा के पास महीना क्यों पैसा आ रहा है मालूम है? बिकॉज ऑफ दिस कंपनी. कंपनी के लिए प्रार्थना कर. कंपनीക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതല്ലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ? വി ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഗോസ്പൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഗോസ്പൽ. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പിടിച്ചിരുത്തി യേശു വലിയവനാണ്, യേശു ജീവനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ പ്രസംഗിക്കുകയല്ല. ജീവിതത്തിൽ കൂടെ സുവിശേഷം കുഞ്ഞുങ്ങളെ കാണിക്കുക. ജീവൻ കെ रीति से सुसमाचार बच्चों को दिखाना. इफ यू आर नॉट, वी आर हिंडरिंग देम. संडे स्कूल भेज रहा है, VBS भेज रहा है, टैलेंट भेज रहा है, वी आर हिंडरिंग देम. സൺഡേ സ്കൂളിൽ വിടുന്നുണ്ട്, പള്ളി വിടുന്നുണ്ട്, VBSൽ വിടുന്നുണ്ട്. ടാലൻറ്റ് ടെസ്റ്റിൽ അവൻ 1 അടിക്കും, അവൾ 1 അടിക്കും. ട്രോഫി വാങ്ങിച്ച് വീട്ടിൽ വെക്കും. ട്രോഫി भी लेकर हम लोग घर में भी रखेंगे, बट वी आर हिंडरिंग देम. നമ്മൾ അവരെ തടുക്കുകയാണ് സുവിശേഷം ജീവിതത്തിൽ കൂടെ ജീവിക്കാതെ വരുമ്പോൾ. एक रीडेडिकेशन चाहिए कि नहीं मुझे आप लोग को? आई नीड इट, वी नीड इट. നമുക്ക് വേണ്ടേ ഒരു റീഡെഡിക്കേഷൻ? വേണ്ടേ? കർത്താവേ അവിടുത്തെ കൃപയാൽ എന്നെ നടത്തുമാറാകണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മിൽക്കർ ബോൾനാ ചെയ്യേ, കർത്താവേ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകണമേ. അയ്യോ പാസ്റ്ററെ ഇതിനി പറ്റത്തില്ല, കൈവിട്ട് പോയത് പാസ്റ്റർ ജി, वो अभी नहीं हो सकता, हाथ से छूट गया, बड़ा हो गया, बड़ी हो गई. नो प्रॉब्लम, गॉड कैन स्टिल डू वंडर्स. ദൈവം ഇപ്പോഴും അത്ഭുതം ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കാമോ? ഒന്ന് ഹൃദയത്തെ ഒന്ന് നുറുക്കി ഒന്ന് പ്രാർത്ഥിക്കാമോ? 2 കാര്യം കൂടെ ഉണ്ട് കേട്ടോ. സെക്കൻഡ്, ഫോൾസ് സ്പിരിച്വാലിറ്റി. രണ്ടാമത്തതാണ് ഫോൾസ് സ്പിരിച്വാലിറ്റി. എന്താണ് അതിൻ്റെ അർത്ഥം?
വാട്ട് വി ബിലീവ് ആൻഡ് ഹൗ വി ബിഹേവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അല്ലേ? നമ്മൾ എന്തോ വിശ്വസിക്കുന്ന അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളത് അനുസരിച്ച് വരത്തുള്ളൂ. കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതൊന്നുമല്ല അവർ കേൾക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് ഉപദേശിച്ചാൽ ശരിയാവും. ഇല്ല, അവർക്കിതൊന്നും കേട്ടാൽ ശരിയാവത്തില്ല. അവർ നോക്കും, ഉള്ള ദേഖ്താ ഹൈ, അവർ നോക്കും ഇങ്ങനെ ജീവിതം എങ്ങനെ. ഇപ്പോൾ ഈ ഫോൾസ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് പഠിപ്പിച്ചു, परमेश्वर ने सिखाया कि वी हैव टू फॉरगिव अदर्स, മറ്റുള്ളവരെ ക്ഷമിക്കണം. हम लोग हमारा फैमिली में किसी के साथ बातचीत नहीं चल रहा, जरा समझो, നമ്മുടെ കുടുംബത്തിൽ ആരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. हमने बच्चों को इंस्ट्रक्शन थे, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. वो ब्रदर आएगा तो ना, ആ പുള്ളി വരുമ്പോഴേ ध्यान नहीं देना, हाथ नहीं देना, കൈ കൊടുക്കരുത്, मिंडरद, बात नहीं करना. तो हम लोग एक फॉल्स नरेटिव बच्चों के सामने प्रोजेक्ट कर रहा है. माफ करने के लिए तो बाहर बोल रहा है, लेकिन इनवर्डली माफ नहीं कर रहा है. ക്ഷമിക്കാൻ വേണ്ടി അകത്ത് പറയുന്നുണ്ടെങ്കിലും ക്ഷമിക്കുന്നില്ല. ഹിപ്പോക്രറ്റിക്കൽ ലൈഫ്. पूरा हफ्ता भर बाइबल नहीं खोलेगा, മുഴുവൻ ആഴ്ച ബൈബിൾ തുറക്കത്തില്ല. സൺഡേ ആക്കെ हालेलुया, लड़का देखता है संडे का लिए मंडे ट्यूसडे बाइबल किधरे भी नहीं मालूम, बाइबल എവിടാന്ന് പോലും അറിയത്തില്ല. കണ്ടോ ഹിപ്പോക്രസി കണ്ടോ? ചർച്ചയിൽ വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥന, बहुत प्रार्थना, अयो प्रार्थना सुने को तो ऐसा लगता है कि अभी कुछ हिलने वाला है, ഇതൊന്ന് വിറയ്ക്കും. लड़का लड़की देखता है घर पे तो प्रार्थना नहीं करता ही, चर्च में तो हिलाता है. हिपोक्रेसी. खबड़ व्यक्ति, खबड़ व्यक्ति. ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പിരിച്വൽ തിങ്സ്, ചെറിയ ഇൻട്രസ്റ്റേ ഉള്ളൂ സ്പിരിച്വൽ തിങ്സിൽ. ചെറിയ ഒരു ബൈബിൾ സ്റ്റഡി വെക്കാൻ പറഞ്ഞാൽ ഓ छोटा एक बाइबल स्टडी में, ओ बाइबल स्टडी. दुबई क्रीक में पिकनिक है, जीन्स വലിച്ചു കയറ്റി, जीन्स भी पकड़ कर, टी शर्ट भी पहनकर, फिर प्लानिंग है क्या खाएगा, बर्गर बनाना है या हॉट डॉग बनाना है. बच्चा देख रहा है, कुछ നോക്കുക, क्या मालूम है, पिकनिक में पापा मम्मी को इंटरेस्ट है, बाइबल स्टडी में हिपोक्रेसी. ഹിപ്പോക്രസി കണ്ടോ? ദൈവവചനത്തിൽ ഇരിക്കാൻ താല്പര്യമില്ല. प्रभु का वचन को सुनने के लिए नो, എംപ്റ്റി ഫോംസ് ആൻഡ് റൈറ്റ്. വെളിയിലുള്ള ആത്മീകതയുള്ളൂ, അതൊക്കെ ഒന്ന് എറിഞ്ഞു കള, അതൊന്നും വേണ്ട. बाहर का खाली स्पिरिचुअलिटी नहीं चाहिए, उठा के फेंक दो. वो ചിൽഡ്രൻ ഹിപ്പോക്രസി को देख रहा, यू डोंट नो इट. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര സംഭവമാണ്, കുഞ്ഞുങ്ങൾക്ക് അറിയാം ഇതെല്ലാം പടമാണ്. അത് നമ്മളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ, അത് വേറെ വിഷയം. बच्चे हमको देख के बोल रहे हैं, ये अलग बात है, लेकिन बच्चों को पता हिपोक्रेसी है. नंबर 3, ഫാമിലി കൺവേഴ്സേഷൻസ്. സമയം കണ്ടെത്തി ഒരുമിച്ച് കുടുംബമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എന്താ സംസാരിക്കണം? വി ഹാവ് ടു ടെൽ അവർ ചിൽഡ്രൻ, യുവർ ഡാഡി ഈസ് നോട്ട് പെർഫെക്റ്റ്, യുവർ ഡാഡി ഈസ് എ സിന്നർ, ഹീ നീഡ് ഗ്രേസ്. നിൻ്റെ പപ്പയുണ്ടല്ലോ പെർഫെക്റ്റ് അല്ല, നിൻ്റെ പപ്പയുണ്ടല്ലോ പാപിയ, ദൈവത്തിൻ്റെ കൃപ പപ്പയ്ക്ക് വേണം, മമ്മിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. കൺവേഴ്സേഷൻ ഇതായിരിക്കണം. അയ്യോ ഭാഷ എപ്പോഴും ഇതങ്ങ് പറഞ്ഞാൽ മതിയോ? വി ഹാവ് ടു ഫൈൻഡ് creative ways to communicate the gospel to children. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി മരിച്ചു എന്ന് പറയണം.
एक बीमारी आएंगे तो प्रार्थना करना है, बच्चों को बोल के प्रार्थना करना है, കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോൾ रेस्टोरेंट में खाने के लिए जाना है, बच्चों को बोलना है प्रे. कोई घर में जा रहे हैं प्रार्थना करने के लिए, बच्चों को एनकरेज करना, प्लीज प्रे फॉर दिस अंकल, प्लीज प्रे फॉर दिस आंटी, प्रार्थना करो. कन्वर्सेशन में आने दो प्रेयर. मम्मी को परमेश्वर चंगाई कर सकता है, प्रे फॉर योर मम्मी. कन्वर्सेशन में प्रेयर. विलिंगनेस टू रिसीव ऑल हु कम टू हिम. यीशु मसीह किस तरह अपने पास बच्चों को बुलाया, परमेश्वर आज मुझे और आप लोगों को अपने पास बुला रहा है. डू नॉट हिंडर आवर चिल्ड्रन टू जीसस क्राइस्ट. ലെറ്റ് us കമ്മ്യൂണിക്കേറ്റ് ഗോസ്പൽ ഇൻ ദ ചർച്ച്, ഇൻ ദ ഹൗസ്. വീട്ടിലായിരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ ഈ സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. സുവിശേഷ കേന്ദ്രിതമായിരിക്കുന്ന ജീവിതം നമുക്ക് ജീവിക്കാം. ഗോസ്പൽ സെന്റർഡ് ജീവൻ ജിയെങ്കിൽ ലെറ്റ് യുവർ ചിൽഡ്രൻ സീ മൈ ഡാഡി ഈസ് ക്യാരിങ് ദ ക്രോസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കട്ടെ പപ്പയും മമ്മി ക്രൂശ് എടുത്ത് നടക്കുകയാണ്, അല്ലാതെ പൈസ തലേ വെച്ചോണ്ട് നടക്കുക അല്ലെന്നല്ല. मेरा पप्पा के सर में हमेशा पैसा 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 है करके नहीं देखना चाहिए बच्चा. मेरा पप्पा के सर में हमेशा प्रॉपर्टी 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 नहीं. My father is taking the cross and is walking. എൻ്റെ അപ്പൻ ക്രൂശും ചുമന്ന് നടക്കുകയാണ്. ഞാനീ പറഞ്ഞ കാര്യം പാടുള്ള വിഷയം എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. God's grace is sufficient for us to lead a victorious Christian life. अब आपको बंद करेंगे, प्रार्थना करेंगे.